വി കുഞ്ഞികൃഷ്ണൻ രമേശ് ചെന്നിത്തല കാണാൻ വേണ്ടി എത്തിയിരുന്നു. പയ്യന്നൂരിൽ അട്ടിമറി ജയം നേടി വി കുഞ്ഞികൃഷ്ണൻ രമേശ് ചെന്നിത്തല കാണാൻ വേണ്ടി എത്തി. നേരത്തെ തളിപ്പറമ്പിൽ ഉള്ള ടി കെ ഗോവിന്ദൻ RC കാണാൻ വന്നിരുന്നതിന് പിന്നാലെയാണ് പയ്യന്നൂരെ നേതാവ് എത്തിയത്. MLA ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. മാഷാണ് സംസാരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി പയ്യന്നൂരിൽ 50 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി അല്ലാത്ത ഒരാൾ ജയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ നിങ്ങൾ വായിച്ചതാണ്, അല്ലെങ്കിൽ നമ്മൾ കേരളം കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹത്തെ സഹായിച്ച ആളുകളെ വീട് തകർക്കുക, അദ്ദേഹത്തിന് എഴുതിയ മതിൽ തന്നെ തകർക്കുക, അങ്ങനെ ഒത്തിരി ഭീഷണികളെ നേരിട്ടാണ് മാഷ് ജയിച്ചു വന്നത്, അല്ലേ? അതെ. അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം പയ്യന്നൂരിൽ നിന്നൊരു MLA UDF-നെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നു എന്നുള്ളതിൽ സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ? ഭയങ്കര സന്തോഷമാണ് അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഒരു തിരുത്ത്. കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതല്ലാത്ത സ്ഥാനാർത്ഥി. ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതല്ലാത്ത ഒരു സ്ഥാനാർത്ഥി ആദ്യമായി ജയിക്കുന്നതാണ്. അപ്പോൾ UDF വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച് അധികാരത്തിൽ വരികയാണ്. മറ്റന്നാൾ അധികാരം ഏറ്റെടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു 2 ദിവസം മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ UDF-ൻ്റെ നേതാക്കന്മാരെയെല്ലാം കാണുക. കാരണം UDF-ൻ്റെ പിന്തുണയോടുകൂടി ആണ് ഞാൻ മത്സരിച്ചത്, ജയിച്ചത്. CPM-നകത്ത് നിന്ന് വലിയ തോതിൽ വോട്ട് ഇരക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിഷ്പക്ഷമതികളായ നിരവധി ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് എൻ്റെ വിജയം. അത് ആ നിലയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് മത്സരിച്ചത്. അപ്പോൾ UDF പിന്തുണച്ചു. അപ്പോൾ ആ സ്വതന്ത്ര സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സമയത്ത് മറ്റൊന്നും പറയാനില്ല. ആഭ്യന്തരമന്ത്രിക്ക് ആശംസ നേരുകയാണോ? ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയാണോ അല്ലയോ എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. വകുപ്പ് വിഭജനം നടന്നു, ആരൊക്കെയാണ് മന്ത്രിമാരെന്നത് എനിക്കിപ്പോൾ അറിയുന്ന ഒരു കാര്യമല്ല. അറിഞ്ഞാൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ ചെന്നിത്തലയെ ഒന്ന് കാണുകയായിരുന്നു. രമേശ് ചെന്നിത്തല അതിനിടയിൽ അല്ല, ഞാൻ ഹാപ്പിയാണോ ഇല്ലയോ എന്നുള്ളതല്ല, ഇതൊക്കെ മറുപടി പറയേണ്ടത് ഞാനല്ല, എൻ്റെ പാർട്ടിയാണ്, മുഖ്യമന്ത്രിയാണ്. അങ്ങയുടെ ആവശ്യങ്ങൾ കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ടോ? ഹാപ്പിയാണെന്ന് ചോദ്യത്തിന് ഹാപ്പി അല്ല എന്നോ ആണോ എന്നോ പറയുന്നില്ല. അതിന് മറുപടി പറഞ്ഞു ഞാനല്ല, അത് പറയേണ്ടത് VD സതീശനാണ് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതിനെ തുടർന്നുള്ള ചോദ്യം അങ്ങയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറായില്ല രമേശ് ചെന്നിത്തല. അപ്പോഴും ഏതെങ്കിലും അതിർത്തി ഇപ്പോഴും ബാക്കിയുണ്ടോ എന്നാലും നമുക്ക് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമല്ല. പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ വന്ന് കാണുക രമേശ് ചെന്നിത്തല. അതിനിടയിൽ രമേശ് ചെന്നിത്തല തുടക്കത്തിൽ അവിടെ കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്തൊരാൾ എന്ന് പറഞ്ഞു. പക്ഷേ അത് വി കുഞ്ഞികൃഷ്ണൻ്റെ ആഴത്തിൽ ഉറച്ച ഇടത് ബോധ്യത്തെ ചെറുതായിട്ട് ഒന്ന് മുറിവേൽപ്പിച്ചെന്ന് തോന്നുന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്, പക്ഷേ അത് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ ആണ് എന്നൊരു തിരുത്താണ് വി കുഞ്ഞികൃഷ്ണൻ അവിടെ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.